മനുഷ്യനാണെന്ന് വിചാരിച്ച സങ്കല്പിച്ചാൽ മതി. ഓക്കെ, മനുഷ്യൻ കിടക്കയില്ലേ? ഓക്കെ, ബോധം കെട്ട് കിടക്കുകയാണ് ഒരു മനുഷ്യൻ. എപ്പോഴൊക്കെയാണ് ആൾക്കാർ ബോധം കെട്ട് വീഴുക? എപ്പോഴൊക്കെയാണ് ബോധം കെട്ട് വീഴുക? ഒന്ന്, വെള്ളത്തിൽ വീഴുമ്പോൾ ആൾക്കാർ ബോധം കെടാറുണ്ട് അല്ലേ? അല്ല എങ്കിൽ എന്താണ്, പുക ശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ബോധം കെട്ട് വീഴാറുണ്ട്. അല്ല എങ്കിൽ നമുക്കറിയാം എന്താണ്, ഈ വൈദ്യുതി ആഘാതം ഷോക്ക് അടിക്കാറുണ്ട് ആൾക്കാർക്ക്. ഷോക്ക് അടിക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? ബോധം കെട്ട് വീഴാറുണ്ട് ഇല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അങ്ങനെ ബോധം കെട്ട് വീഴുമ്പോൾ നമ്മൾ ആ ആളിനെ എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തേണ്ട വിധമാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് പഠിച്ചു വയ്ക്കുക. നിങ്ങൾ കണ്ടായിരിക്കും ട്രെയിനിൽ പോയ യാത്രക്കാരനെ, സഹയാത്രക്കാരെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികളെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടിട്ടില്ലേ? വാർത്തയിൽ കണ്ടിട്ടില്ലേ? അപ്പൊ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് നോക്കിക്കോ. ഇത് നിങ്ങളുടെ കൂട്ടുകാരൻ വിചാരിക്കുക. ഓക്കെ, അപ്പൊ കൂട്ടുകാരി പേര് പറ. കൂട്ടുകാരിയുടെ പേര് പറ. പേര് പറ. വൃന്ദ. 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 പേര് വേദിക. അപ്പൊ ഈ കിടക്കുന്ന വേദികയാണ്. വേദികയെ കുറിച്ചാണ് പറയാനുള്ളത്. വേദിക ബോധം കെട്ട് കിടക്കുക. അപ്പൊ രക്ഷപ്പെടുത്താൻ വരുന്നത് ആരെന്നറിയാമോ? പേര് പറ. മോളുടെ പേര് പറ. അശ്വിനി. അശ്വിനി. അശ്വിനികയാണ് രക്ഷപ്പെടുത്താൻ വരിക. അപ്പൊ ഞാൻ അശ്വിനിക. കിടക്കുന്നതാരാണ്? വേദിക. ഓക്കെ, ശ്രദ്ധിച്ചോളൂ, വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. യെസ്. അപ്പോ വന്ന ഉടൻ തന്നെ നമ്മളിങ്ങനെ പെട്ടെന്ന് റൂമിലേക്ക് കയറി വരുന്നു. വേദിക അതാ ബോധം കെട്ടി കിടന്നു. നമ്മൾ പേടിച്ച് വിളിച്ചോണ്ട് ഓടാൻ പാടുണ്ടോ? അപ്പൊ ഓടി വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത്, ആള് ചിലപ്പോൾ കട്ടിലിറങ്ങി കിടക്കുക. കട്ടിലായിരിക്കും ബോധം കെട്ടി കിടക്കുക. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് എടുത്ത് ആളിനെ കിടത്താൻ പറ്റും കിടത്തുക, അല്ലെങ്കിൽ ഒരാളുടെ സഹായം എന്ത് ചെയ്യുക? തേടുക. ഒരാളെ കൂടെ വിളിച്ചതിന് ശേഷം ആളിനെ എന്ത് ചെയ്യുക? എടുത്ത് നേരെ തറയിൽ കിടത്തുക. വ്യക്തമായി കിടത്താൻ പാടുണ്ടോ? ഇല്ല. നേരെ തറയിൽ നിരപ്പായ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? കിടത്തുക. അങ്ങനെ കിടത്തിയതിനു ശേഷം ഈ ചിലപ്പോൾ അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആയിരിക്കും ഇട്ടിരിക്കും. നല്ല ഇറുക്കിയ വസ്ത്രങ്ങളായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ലൂസാക്കുക. വസ്ത്രങ്ങളൊക്കെ ഒന്ന് ലൂസാക്കുക. ഓക്കെ, ലൂസാക്കാൻ പറ്റുമല്ലോ. ഇതെല്ലാം വളരെ സ്പീഡിൽ ചെയ്യണം കേട്ടോ. വളരെ പതുക്കെ ചെയ്തത് എങ്കിൽ ആളുകെത്തൂ. ഓക്കെ, പിടിക്കോ? അപ്പൊ ചെയ്യേണ്ടത് പറഞ്ഞാൽ വന്ന ഉടനെ സ്പീഡിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ നോക്കുകയാണ്. നമുക്ക് ഈ ശ്വാസം ഉണ്ടോ എന്ന് നോക്കണം. ആദ്യം ശ്വാസം ഉണ്ടോ എന്ന് ഇവിടെ നോക്കും. മൂക്കിൽ വെച്ച് നോക്കാം. അപ്പൊ കില വെച്ച് നോക്കി. ശരി, ശ്വാസം ഉണ്ടോ? ഇല്ല, ശ്വാസം ഇല്ല. അടുത്തോട്ട് നോക്കും. വായിൽ നോക്കി ശ്വാസം ഉണ്ടാവും. നമ്മൾ വയറിന്റെ ഭാഗം നോക്കണം അല്ലെ? വയറിന്റെ ഭാഗം ശ്വാസം ഉണ്ടെങ്കിൽ വയറെപ്പോഴും ഇങ്ങനെ വീർത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആളിനെ ചരിഞ്ഞിങ്ങനെ നോക്കണം. സൈഡിൽ വന്നിട്ട് ചരിഞ്ഞ് നോക്കണം. അപ്പൊ വയറെന്തെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടോ നോക്കണം. ഓക്കെ, എങ്കിൽ ആളിനെന്തുണ്ട്? ബോധമുണ്ട്. ഓക്കെ, ഇനി ഇതൊക്കെ നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ കഴുത്തിന്റെ ഈ ഭാഗത്ത് രണ്ട് വിരലിങ്ങനെ വെച്ച് നോക്കാം. ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചു. ടിക് ടിക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചു. ഇല്ല, ഇപ്പൊ കഴിപ്പിച്ചാൽ മതി. കിട്ടും. ഓക്കെ, കിട്ടും. ഓക്കെ, അപ്പൊ ഒരു കിടക്കുന്ന ആളിന്റെ ഈ ഭാഗത്ത് രണ്ട് വിരൽ വെച്ച് നോക്കിയാൽ ശബ്ദം കേൾക്കും കേട്ടോ. അങ്ങനെയാണ് ആളിന് എന്ത് ചെയ്യുക? ബോധമുണ്ടോ നോക്കുക. അങ്ങനെ ബോധമുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ, ബോധമുണ്ടെങ്കിൽ എന്ത് കൊടുക്കാൻ പാടില്ല? CPR കൊടുക്കാൻ പാടില്ല. ബോധമുള്ള ആളിന് എന്ത് കൊടുക്കാൻ പാടില്ല? CPR കൊടുക്കണം. ബോധമില്ല. ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? ബോധമില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? CPR കൊടുക്കണം. അപ്പൊ CPR കൊടുക്കേണ്ട വിധം നോക്കിക്കോളൂ. ഞാനിങ്ങനെ റൂമിലേക്ക് വരുന്നു. ഞാൻ എടുത്ത് നേരെ ആളിനെ കിടത്തി. ഓക്കെ, കിടത്തിയതിനു ശേഷം അടുത്ത് ചെയ്ത് നോക്കി. ഉടനെ ശ്രദ്ധിക്കൂ. ഞാൻ ഇങ്ങനെ വന്നിട്ട് വയറിലേക്ക് ഇങ്ങനെ നോക്കി, മൂക്ക് ഇങ്ങനെ കൈവച്ച് നോക്കി, ഈ ഭാഗത്ത് നോക്കി. ഓക്കെ, ബോധം കെട്ട് കിടക്കുകയാണ്. ആളിന് ബോധമില്ലാന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായക്ക് എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ കാണും. ചിലപ്പോൾ ഛർദ്ദിച്ച് കിടക്കും. ഞാൻ അതൊക്കെ പറഞ്ഞു ചെയ്തു. നീക്കി, കൈവിട്ട് നീക്കി. ഓക്കെ, നീക്കാൻ പറ്റൂലേ? നീക്ക്. ഓക്കെ, അങ്ങനെ നീക്കിയതിനു ശേഷം ആളിനെ നിവർത്തി കിടത്തിയതിനു ശേഷം നോക്കിക്കോളൂ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബലമുള്ള കൈ എടുക്കും. ചില ആൾക്കാർക്ക് ഇടത് കൈയായിരിക്കും, ചില വലതായിരിക്കും. ഓക്കെ, ഈ ഭാഗം എടുക്കുക. കണ്ടോ? ഈ ഭാഗം എടുത്തതിന് ശേഷം ശ്രദ്ധിക്കും. നമ്മുടെ ചെസ്റ്റ് നിപ്പിൾ ടു നിപ്പിൾ ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് വരും. ഈ ഭാഗത്തായിട്ട് സ്ഥലമുണ്ട്. കണ്ടോ? ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അറിയാം. യെസ്, ആ ഭാഗത്ത് കണ്ടോ നമ്മുടെ ഏറ്റവും ഇത് യഥാർത്ഥം ചെയ്യേണ്ടത് നിന്നല്ല ചെയ്യേണ്ടത്. രോഗിയുടെ അടുത്ത് മുട്ടുകുത്തിയിരിക്കണം. അങ്ങനെ മുട്ടുകുത്തി ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നിന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. യഥാർത്ഥം ചെയ്യേണ്ടത് എങ്ങനെയാണ്? രോഗിയുടെ അടുത്ത് എങ്ങനെയിരിക്കണം? മുട്ടുകുത്തി നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കും. ആദ്യം ഈ കൈ എന്ത് ചെയ്യുക? ഉള്ള കൈയിലൂടെ പ്രസ് ചെയ്യുക. ഈ ഭാഗത്ത് ഈ പോയിന്റ് കണ്ടുപിടിച്ചല്ലോ, ആ പോയിന്റിൽ വെക്കുക. എന്നിട്ട് നല്ല സ്റ്റഡിയായിട്ട് വെച്ചിട്ട് എത്ര പ്രാവശ്യം പ്രസ് ചെയ്യാൻ അറിയാമോ? 30 പ്രാവശ്യം. അതായത് ഒരു മിനിറ്റിൽ 100 മുതൽ 120 വരെ പ്രസ് കൊടുക്കണം. ഒരു മിനിറ്റിൽ എത്രയാണ്? 100 മുതൽ 120 വരെ. അപ്പൊ താഴേണ്ട വിധം ഈ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്താൽ പോലെ എനിക്ക് ആളെനിക്ക് ഓടും കേട്ടോ. അതല്ല, എനിക്ക് പ്രസ് ചെയ്യണ എങ്ങനെയാണ്? വളരെ ഫാസ്റ്റ്. 1 2 3 4 5 6 7 ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് എത്ര പ്രാവശ്യം ചെയ്യണം? 30 പ്രാവശ്യം. ഓക്കെ, ഇങ്ങനെ 30 പ്രാവശ്യം പ്രസ് ചെയ്തതിനു ശേഷം അത് പതുക്കെ ചെയ്താൽ പോരാ.
വളരെ എന്ത് ചെയ്യണം? താഴെ വീടിനാണ് താഴെ പോകണം. ഓക്കെ, എത്ര സെന്റിമീറ്റർ താഴെന്നാണ്? 4 മുതൽ 5 സെന്റിമീറ്റർ വരെ താഴെ. പ്രസ് ചെയ്തതിനു ശേഷം നിങ്ങൾ അങ്ങോട്ട് പറ്റുമല്ലേ നോക്കാം. യെസ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിനു ശേഷം അടുത്ത് നോക്കാൻ ശ്രദ്ധിക്കും. ഒരു കൈ കൊണ്ട് അതിന്റെ മൂക്ക് പ്രസ് ചെയ്തിരിക്കുക. ഓക്കെ, പിടിച്ചിട്ട് ഈ വായുടെ ഭാഗം ഇങ്ങനെ മൂക്ക് പിടിക്കുമ്പോൾ വായിട്ട് തുറന്നു വരുമല്ലോ. അപ്പൊ ഈ താടിയും കൂടെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ 2 ശ്വാസം ശക്തിയായിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഊതി കൊടുക്കുക. വീണ്ടും ശ്വാസം വലിച്ചെടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക? ഊതി. ഓക്കെ, നമ്മൾ വീണ്ടും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ആള് അബോധാവസ്ഥയിൽ പോലുള്ള ആള് എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരു ചുമയൊക്കെ ചുമച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം കഴിയും. ആ സമയത്ത് നമ്മൾ ഉടനെ തന്നെ ആരെ കൊണ്ടുപോവുക? ഹോസ്പിറ്റലിലേക്ക് ആളെ കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തോ. പിടിയിട്ടോ, സമയം പിടിയിട്ടോ. ഒരാൾക്ക് CPR കൊടുക്കേണ്ടത് മനസ്സിലായോ? മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് എന്ത് ചെയ്യും? എങ്ങനെ CPR കൊടുക്കും? ഇത് വലിയ ആൾക്കാർക്കാണ് ഇങ്ങനെ കൊടുക്കേണ്ടത്. കൊച്ചുകുട്ടികൾക്ക് എങ്ങനെ CPR കൊടുക്കും? അറിയാൻ പറഞ്ഞു. അതായത് നിങ്ങളൊക്കെ കൊച്ചുകുട്ടികളാണോ? ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ CPR ചെയ്യുക കഴിഞ്ഞാൽ ഒറ്റ കൈ കൊണ്ട് നമ്മളിവിടെ 2 കൈ കൊണ്ട് പ്രസ് ചെയ്തില്ലേ? അങ്ങനെ പ്രസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഒരു കൈ കൊണ്ട് പ്രസ് ചെയ്യാം. മനസ്സിലായോ? ഒറ്റ കൈ കൊണ്ട് പ്രസ് ചെയ്യുക. 15 പ്രാവശ്യം എന്ത് ചെയ്യുക? ഇതുപോലെ എന്ത് ചെയ്യുക? 30 പ്രാവശ്യം പ്രസ് ചെയ്യുക. എന്ത് ചെയ്യുക? 2 പ്രാവശ്യം. ഇനി നിങ്ങളെക്കാളും കൊച്ചുകുട്ടികളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഏകദേശം ഒരു വയസ്സായിട്ടുള്ള കൊച്ചുകൾ, അവർക്കാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 2 വിരൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക. വീട്ടിൽ നമ്മൾ 2 വിരൽ ഉപയോഗിച്ച് പ്രസ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം. 2 വിരൽ ഉപയോഗിച്ച് പ്രസ് ചെയ്യുക. അതിനുശേഷം 15 പ്രാവശ്യം പ്രസ് ചെയ്തതിനു ശേഷം 2 പ്രാവശ്യം എന്ത് ചെയ്യുക? ശ്വാസം കൊടുക്കുക. ഓക്കെ, പിടിക്കോ? അപ്പൊ CPR ചെയ്യേണ്ട വിധം പിടിക്കോ? ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ കൂടെ പെട്ടെന്ന് ഒരാൾ ഈ നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോഴേ താഴെ കേട്ടോ. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 10 1 2 3 4 5 6 7 10. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക? മൂക്ക് ഉപയോഗിക്കുന്ന പ്രസ് ചെയ്യുക. ശക്തിയായിട്ട് വായു വലിച്ചെടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക? ഊതുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ പ്രവർത്തിക്കാം. ഓക്കെ, പിടിക്കോ? അടുത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ പൊരുത്ത് പിടിക്കണം. കൈ ഇങ്ങനെ പൊരുത്തിട്ട് നല്ല ഇളകി പോകും. 30 കൊടുക്കണ്ട, നീ 15 കൊടുക്കും. ശരി, അടുത്ത് ശ്വാസം കൊടുക്കും. എങ്ങനെയാണ്? മൂക്ക് എവിടെയായിട്ട് പിടിക്കണം. മൂക്ക് അങ്ങനെ പിടിയോ? മൂക്ക് അങ്ങനെ പിടിച്ചാൽ അടയോ? മൂക്ക് അടച്ചു പിടിക്കും. ഇങ്ങനെ അടച്ചു. ഇനി ഒരു കൈ കൊണ്ട് ഇവിടെ പിടിക്കാം. ചാടി പിടിച്ചിട്ട് ഇനി ശ്വാസം കൊടുക്കും.